പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാറ്റാലിസിസ് എന്നുള്ളൊരു ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഹോമോജീനിയസ് കറ്റാലിസിസ്, ഹെട്രോജീനിയസ് കറ്റാലിസിസ്, പിന്നെ സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ആക്ടിവിറ്റി, സെലക്ടിവിറ്റി ഇവയൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് എന്നുള്ളതാണ്. എന്താണ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് എന്ന് പറഞ്ഞാൽ? നോക്കൂ, ദ കാറ്റലിറ്റിക് റിയാക്ഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പോർ സ്ട്രക്ചർ ഓഫ് ദി കാറ്റലിസ്റ്റ് ആൻഡ് സൈസ് ഓഫ് ദി റിയാക്റ്റൻ്റ് ആൻഡ് പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ഈസ് കോൾഡ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ്. അതായത് ഒരു കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്ന റിയാക്ഷൻ തന്നെയാണ്, പക്ഷെ അത് ആ റിയാക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? കാറ്റലിസ്റ്റിൻ്റെ സർഫസിലുള്ള പോർ സ്ട്രക്ചർ, അല്ലെങ്കിൽ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ ധാരാളം ഹോൾസ്, ക്യാവിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ പോർ സ്ട്രക്ചറിനെയും അതേപോലെ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സൈസിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാറ്റലിറ്റിക് റിയാക്ഷനെയാണ് നമ്മൾ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് നടക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റാണ് സിയോലൈറ്റ് എന്ന് പറയുന്നത്. സിയോലൈറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ ദ ബെസ്റ്റ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ആണ്. അതുപോലെ സിയോലൈറ്റ്സിന് ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചറാണ്. ഹണി കോംബ്, തേനീച്ചക്കൂട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ധാരാളം ചെറിയ ഹോൾസുകളായിട്ടാണ് അതിനകത്ത് കാണപ്പെടുക. അപ്പം അതേപോലെയാണ് ഈ സിയോലൈറ്റ്സിൻ്റെ സ്ട്രക്ചറിലും കാണപ്പെടുന്നത്. ധാരാളം ഹോൾസ് അല്ലെങ്കിൽ പോറസ് സ്ട്രക്ചറുകളാണുള്ളത്. നിങ്ങൾക്കിപ്പോൾ കുറച്ച് പിക്ചേഴ്സുകൾ, സിയോലൈറ്റ്സിൻ്റെ പിക്ചേഴ്സാണ് കാണുന്നത്. അപ്പോൾ ശരിക്കും സിയോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ധാരാളം മൈക്രോ പോറസ് സ്ട്രക്ചറാണുള്ളത്. അതുപോലെ തന്നെ സിയോലൈറ്റ്സ് അലുമിനോസിലിക്കേറ്റ്സുകളാണ്. സിയോലൈറ്റ്സ് ആർ ദി മൈക്രോപോറസ് അലുമിനോസിലിക്കേറ്റ്സ് വിത്ത് 3-dimensional network of silicates in which some silicon atoms are replaced by aluminum atom. നിങ്ങൾ സിലിക്കേറ്റ്സുകളുടെ സ്ട്രക്ചർ കഴിഞ്ഞ തവണ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എസ് ബ്ലോക്കിൽ പി ബ്ലോക്ക് എന്നുള്ള ചാപ്റ്ററിനകത്തൊക്കെ പഠിച്ചിട്ടുണ്ട് സിലിക്കേറ്റ്സ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിൽ നമുക്കറിയാം സിലിക്കണും ഓക്സിജനും തമ്മിലുള്ള ബോണ്ടാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ സിലിക്കേറ്റിൻ്റെ സ്ട്രക്ചറിൽ കുറച്ച് സിലിക്കൺ ആറ്റത്തിനെ മാറ്റി അവിടെ അലുമിനിയം ആറ്റം വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ട്രക്ചറുകളെയാണ് നമ്മൾ അലുമിനോ സിലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. ഈ അലുമിനോ സിലിക്കേറ്റ്സിൽ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫ്രെയിം വർക്കായിരിക്കും ഉണ്ടാവുക. കുറച്ച് സിലിക്കൺ ആറ്റങ്ങളൊക്കെ മാറിയിട്ട് അവിടെ എന്ത് വരുന്നു? അലുമിനിയം ആറ്റം വരും. അപ്പോൾ AlOSI ഫ്രെയിം വർക്കുള്ള അലുമിനോ സിലിക്കേറ്റ്സുകളാണ് സിയോലൈറ്റ്സുകൾ. ഇനി നമുക്ക് സിയോലൈറ്റ്സിൻ്റെ കുറച്ച് യൂസസ് നോക്കാം. സിയോലൈറ്റ്സ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിലൊക്കെയാണ് സിയോലൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അതിനൊരു എക്സാമ്പിളാണ് ZSM5 എന്നുള്ളൊരു സിയോലൈറ്റ്. ആൽക്കഹോളിനെ ഗ്യാസോലിൻ അഥവാ പെട്രോളാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സിയോലൈറ്റ്സ് എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? സിയോലൈറ്റ്സ് ആർ ദി ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് അല്ലേ? അതുപോലെ തന്നെ ദേ ആർ മൈക്രോപോറസ് അലുമിനോസിലിക്കേറ്റ്സ് ആണ്. ദേ കണ്ടെയ്ൻ AlOSI ഫ്രെയിം വർക്ക്. ഓക്കെ, ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത് ഫോർ ക്രാക്കിംഗ് ഓഫ് ഹൈഡ്രോകാർബൺസ് ആൻഡ് ഐസോമറൈസേഷൻ. അതുപോലെ ZSM5 എന്നുള്ള ഒരു സിയോലൈറ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ആൽക്കഹോളിനെ ഗ്യാസോലിനാക്കി മാറ്റാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സിയോലൈറ്റ്സ് എന്നുള്ള ആ ഒരു ചെറിയൊരു ടോപ്പിക്കിനകത്ത് വരുന്നത്. ഇനി നമുക്ക് എൻസൈം, അടുത്ത ടോപ്പിക്കാണ് എൻസൈം കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, എൻസൈംസും നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ടേമാണ്. നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും എൻസൈംസുകളെ കുറിച്ച്. എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലക്സ് നൈട്രോജീനിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ലിവിങ് പ്ലാന്റ്സിലും അനിമൽസിലും ഒക്കെ കാണപ്പെടുന്ന കോംപ്ലക്സ് നൈട്രോജീനിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതായത് നൈട്രജൻ കണ്ടെയ്നിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതുപോലെ ശരിക്കും ആക്ച്വലി പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എൻസൈംസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസുകൾ തന്നെയാണ്. ഹൈ മോളിക്കുലാർ മാസുള്ള പ്രോട്ടീൻസുകൾ തന്നെയാണ് എൻസൈംസ് എന്ന് പറയുന്നത്. ലിവിങ് തിങ്സിൽ, അതായത് പ്ലാന്റ്സിലും അനിമൽസിലും ഒക്കെ കാണപ്പെടുന്നതാണ്. നമ്മുടെ ശരീരത്തിലൊക്കെ ഉള്ള പല പ്രോസസ്സുകളും എൻസൈമിൻ്റെ സഹായത്തോടു കൂടിയാണ് നടക്കുന്നത്. എൻസൈംസ് ഒന്നും ഇല്ല എങ്കിൽ ഓരോ പ്രോസസ്സും, ഈവൻ ഒരു ഡൈജഷൻ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജഷനൊക്കെ നടക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും. പക്ഷേ അതെല്ലാം എൻസൈമിൻ്റെ പ്രസൻസിൽ നടക്കുന്നത് കൊണ്ടാണ് അത്രയേറെ വേഗത്തിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻസൈംസ് എല്ലാം തന്നെ ലിവിങ് തിങ്സിൽ അല്ലെങ്കിൽ ലിവിങ് പ്ലാന്റ്സിലും അനിമൽസിലും ഉള്ള പ്രോസസ്സുകളെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻസൈംസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവയെ ബയോകെമിക്കൽ കാറ്റലിസ്റ്റുകൾ എന്ന് പറയാറുണ്ട്. ആൻഡ് ദ ഫിനോമിനൻ ഈസ് കോൾഡ് ബയോകെമിക്കൽ കാറ്റാലിസിസ് എന്നും പറയാറുണ്ട്. ഓക്കെ,
അപ്പോൾ എൻസൈംസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? കാറ്റലിസ്റ്റ് തന്നെയാണ്. പക്ഷേ ലിവിങ് തിങ്സിൽ അല്ലേ, ലിവിങ് പ്ലാന്റ്സിലും ആനിമൽസിലുമുള്ള പ്രോസസ്സുകളെ കാറ്റലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകളാണ് എൻസൈംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന ചില റിയാക്ഷൻസുകളൊന്ന് പരിചയപ്പെടാം. അതിനൊരു കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നോക്കൂ, ഈ ഒരു എക്സാമ്പിൾ നോക്കൂ, ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. നിങ്ങൾക്ക് ഈ റിയാക്ഷൻ വളരെ ഫെമിലിയർ ആണ്, നിങ്ങൾ 10th പഠിച്ചിട്ടുള്ള റിയാക്ഷൻ തന്നെയാണിത്. ഇനി നമുക്കിത് വീണ്ടും പഠിക്കാനുണ്ട്. ആൽക്കഹോൾസ് എന്നുള്ള ചാപ്റ്ററിനകത്ത് ഈ ഒരു സെയിം റിയാക്ഷൻ പഠിക്കാനുണ്ട്. അതായത് ഇവിടെ എന്താണ് കെയിൻ ഷുഗർ, അതിൻ്റെ ഫോർമുലയാണ് C12H22O11. കെയിൻ ഷുഗറിൻ്റെ ഹൈഡ്രോളിസിസ് ആണ് തന്നിരിക്കുന്നത്. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുക. ഈസ്റ്റിൽ 2 തരത്തിലുള്ള എൻസൈംസ് ആണുള്ളത്, ഇൻവെർട്ടേസും സൈമേസും. അപ്പോൾ ഷുഗറിനെ ഇൻവെർട്ടേസ് എന്നുള്ള എൻസൈമാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നത്. ഓക്കെ, ഇൻവെർട്ടേസ് എന്നുള്ള എൻസൈമിൻ്റെ പ്രസൻസിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അതുപോലെ തന്നെ ആ കിട്ടിയ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും പിന്നീട് സൈമേസ് എന്നുള്ള എൻസൈം, ഈസ്റ്റിൽ തന്നെയുള്ള സൈമേസ് എന്നുള്ള എൻസൈം എന്താക്കി മാറ്റുന്നു? എത്തനോളാക്കി കൺവേർട്ട് ചെയ്യുന്നു, ആൽക്കഹോളാക്കി മാറ്റുന്നു. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു റിയാക്ഷൻ നോക്കൂ, സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ്. സ്റ്റാർച്ചിനെ ഹൈഡ്രോളൈസിസ് ചെയ്തിട്ട് മാൾട്ടോസ് ആക്കി മാറ്റുന്നു. അതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എൻസൈം ഏതാണ്? ഡയസ്റ്റേസ് എന്നൊരു എൻസൈമാണ് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത്. അതേപോലെ വേറൊരു എക്സാമ്പിൾ നോക്കൂ, മാൾട്ടോസ് ടു ഗ്ലൂക്കോസ്. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാനായിട്ട് മാൾട്ടേസ് എന്ന എൻസൈമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മിൽക്ക് കേടാവുന്ന പ്രോസസ്സ്, അതും ഒരു എൻസൈമിൻ്റെ പ്രസൻസിൽ തന്നെയാണ് നടക്കുന്നത്. ലാക്ടോബാസില്ലി എൻസൈംസ്, കേടിലുള്ള ആ ഒരു എൻസൈമിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയും കുറച്ച് എക്സാമ്പിൾസാണ്. എൻസൈം ഇത് മാത്രമല്ല കേട്ടോ, ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. എൻസൈമിൻ്റെ പ്രസൻസിൽ നടക്കുന്ന അല്ലെങ്കിൽ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസിന് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് എൻസൈം കാറ്റാലിസിസ് എന്നും അതിൻ്റെ ഒരു 1-2 എക്സാമ്പിൾ നിങ്ങൾ ഈ ഷുഗറിൻ്റെ എക്സാമ്പിൾസ്, അതായത് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ അതന്നെ പഠിച്ചു വെച്ചോളൂ. ഓൾറെഡി നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണത്. അത് വീണ്ടും ഇനി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾ തന്നെ നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കാറ്റാലിസിസ് എന്നുള്ളതാണ്. ഇത് എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, പലപ്പോഴായിട്ട് എക്സാമിന് ചോദിച്ചു കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻസൈം കാറ്റാലിസിസ് എന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലനേഷനൊന്നും എഴുതിയില്ലെങ്കിലും പോയിൻറ്റുകളെങ്കിലുമാണ് എഴുതി വെക്കേണ്ടത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? ഹൈലി എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, എൻസൈംസ്, അതായത് ഒരു മോളിക്യൂൾ എൻസൈമും മതി മില്യൺസ് ഓഫ് റിയാക്റ്റൻ്റ് മോളിക്യൂൾസിനെ കൺവേർട്ട് ചെയ്യാനായിട്ട്, അതായത് പ്രോഡക്റ്റാക്കി മാറ്റാനായിട്ട് ഒരു മോളിക്യൂൾ എൻസൈം തന്നെ വളരെ സഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ടാണ് ഹൈലി എഫിഷ്യൻ്റ് ആണ്, എൻസൈംസ് എല്ലാം ഹൈലി എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ കാരണം വളരെ കുറച്ച് എമൗണ്ട് കൊണ്ട് ധാരാളം റിയാക്റ്റൻ്റ് മോളിക്യൂൾസിനെ എന്താക്കാൻ പറ്റും? പ്രൊഡക്റ്റാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തൊരു പോയിൻ്റ് എന്താ നോക്കൂ, ഹൈലി സ്പെസിഫിക് ആണ്. ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. എന്താ സ്പെസിഫിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം വേറൊരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളിവിടെ നേരത്തെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു അല്ലേ. അതായത് നോക്കൂ, ഈ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കാനായിട്ട് ഡയസ്റ്റേസ് എന്നുള്ള എൻസൈമാണ് യൂസ് ചെയ്യുന്നത്. അതേസമയം ഈ ഒരു റിയാക്ഷനിൽ മാൾട്ടേസ് യൂസ് ചെയ്താൽ ഈ റിയാക്ഷൻ എന്താവില്ല, നടക്കില്ല. ഓക്കെ, മാൾട്ടേസ് ആണ് ഉപയോഗിക്കണമെങ്കിൽ അത് എന്ത് ചെയ്യുള്ളൂ? മാൾട്ടോസിനെ ഗ്ലൂക്കോസാക്കി മാറ്റുക മാത്രമേ ചെയ്യുള്ളൂ. ഈ എൻസൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ റിയാക്ഷൻസ് നടക്കില്ല. അപ്പോൾ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം വേറൊരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ സ്പെസിഫിക് ആണ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിൻറ്റ്, ഹൈലി ആക്റ്റീവ് അണ്ടർ ഓപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് ഓപ്റ്റിമം pH. എന്താ ഓപ്റ്റിമം ടെമ്പറേച്ചർ, ഓപ്റ്റിമം pH എന്ന് വെച്ചാൽ, അതായത് എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാക്സിമം ആയിരിക്കും. ഓക്കെ, ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആ ടെമ്പറേച്ചറിനേക്കാൾ കൂടിയാലും കുറഞ്ഞാലും എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിനെ നമ്മൾ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയും. അത് നമ്മൾക്ക് സാധാരണഗതിയിൽ എൻസൈമുകളുടെ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 to 310 കെൽവിനൊക്കെയാണ്. ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് എൻസൈമിന് മാക്സിമം ആക്ടിവിറ്റി, അതായത് ആക്ടിവിറ്റി എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ. അതായത് ഒരു റിയാക്ഷനെ ആക്സലറേറ്റ് ചെയ്യാനുള്ള എൻസൈമിൻ്റെ കഴിവ്. അപ്പോൾ അത് ഏറ്റവും മാക്സിമത്തിലെത്തുന്ന ഏത് ടെമ്പറേച്ചറാണോ അതിനെ ഓപ്റ്റിമം ടെമ്പറേച്ചർ എന്നാണ് പറയുക.
അതുപോലെ തന്നെയാണ് ഒപ്റ്റിമം പി എച്ച് എന്ന് വെച്ചാലും. ഒരു പെർട്ടിക്കുലർ പി എച്ചിൽ എത്തുമ്പോൾ എൻസൈമിൻ്റെ ആക്ടിവിറ്റി വളരെ മാക്സിമം ആയിരിക്കും. ആ പി എച്ചിനെയാണ് നമ്മൾ ഒപ്റ്റിമം പി എച്ച് എന്ന് പറയുന്നത്. അതും ഏകദേശം ഒരു 5 to 7 റേഞ്ചിലാണ് ആ പി എച്ചിൻ്റെ വാല്യൂ വരുന്നത്. പി എച്ച് 5 മുതൽ പി എച്ച് 7 വരെയുള്ള ആ ഒരു റേഞ്ചിലാണ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി മാക്സിമം ആവുക. ഇതിനേക്കാൾ കുറഞ്ഞാലും കൂടിയാലും എൻസൈം ആക്ടിവിറ്റി കുറയപ്പെടും, ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റ്, എൻസൈംസ് ആക്ടിവിറ്റി ഇൻക്രീസസ് ഇൻ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് കോ എൻസൈംസ്. ആക്ടിവേറ്റേഴ്സിൻ്റെയും കോ എൻസൈമിൻ്റെയും പ്രസൻസിൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂടും. നമ്മളിതിന് മുമ്പ് പഠിച്ചത് ഓർമ്മയുണ്ടോ? പ്രൊമോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രൊമോട്ടർ പോയ്സൺസ് എന്ന് പറഞ്ഞ് പഠിച്ചു അല്ലേ? അതേപോലൊരു സംഭവം തന്നെയാണിത്. അതായത് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ ഇൻക്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ് ആക്ടിവേറ്റേഴ്സും കോ എൻസൈംസും. അപ്പം ആക്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ, ഈ എൻസൈമിൻ്റോടൊപ്പം ഉള്ള നോൺ പ്രോട്ടീൻ പാർട്ട് അല്ലെങ്കിൽ വൈറ്റമിൻ പാർട്ട്, എൻസൈമിനോടൊപ്പം ഏതെങ്കിലും ഒരു നോൺ പ്രോട്ടീൻ ഭാഗമോ അല്ലെങ്കിൽ വൈറ്റമിൻസോ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് കോ എൻസൈംസ് എന്ന് പറയുന്നത്. ആക്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാലും എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ കൂട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ആക്ടിവേറ്റേഴ്സ് എന്താണ്? ഇങ്ങനെയുള്ള പ്രോട്ടീൻ മോളിക്യൂൾസുകൾ, നോൺ പ്രോട്ടീൻ മോളിക്യൂൾസോ അല്ലെങ്കിൽ വൈറ്റമിൻസോ അല്ല. പിന്നെന്താ? മെറ്റൽ അയോൺസുകളാണ്. സോഡിയം, കൊബാൾട്ട്, കോപ്പർ തുടങ്ങിയിട്ടുള്ള മെറ്റൽ അയോൺസിൻ്റെ പ്രസൻസ്. ഈ എൻസൈം മോളിക്യൂളുമായിട്ട് ഏതെങ്കിലും മെറ്റൽ അയോൺസ് ബൈൻഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എൻസൈമിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യും? വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ കോ എൻസൈം ആണെങ്കിലും ആക്ടിവേറ്റർ ആണെങ്കിലും എൻസൈമിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യുകയാണ്? കൂട്ടുകയാണ് ചെയ്യുന്നത്. കോ എൻസൈംസ് എന്ന് പറഞ്ഞാൽ ചില മോളിക്യൂൾസുകളാണ്, നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റമിൻസുകളോ എന്തെങ്കിലും ആണ്. ആക്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചില മെറ്റൽ അയോൺസുകളാണ്. ആ മെറ്റൽ അയോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, എൻസൈം ആക്ടിവിറ്റി ഈസ് ഡിക്രീസസ് ഇൻ പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് പോയ്സൺസ്. അതായത് ഇൻഹിബിറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പ്രൊമോട്ടർ പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, പോയ്സൺസ് എന്നും പറഞ്ഞിരുന്നു. അതായത് എൻസൈമിൻ്റെ ആക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ പോയ്സൺസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. ഈ ഇൻഹിബിറ്റർ അല്ലെങ്കിൽ പോയ്സൺസ് എന്ന് പറഞ്ഞാൽ ദി സബ്സ്റ്റൻസസ് ഇൻറ്ററാക്ട് വിത്ത് ആക്റ്റീവ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓൺ ദി എൻസൈം സർഫേസ് ആൻഡ് റിഡ്യൂസസ് എൻസൈം ആക്ടിവിറ്റി. എൻസൈമിൻ്റെ ആക്ടിവിറ്റി, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു എൻസൈമിൽ, അത് നമ്മൾ ഇനി അടുത്ത ഒരു ടോപ്പിക് ഉണ്ട് കേട്ടോ, മെക്കാനിസം, എൻസൈം കാറ്റാലിസിസിൻ്റെ മെക്കാനിസം പഠിക്കും പറയും എൻസൈമിൻ്റെ സർഫസിലും ധാരാളം ക്യാവിറ്റീസൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിരുന്നിട്ട് ശരിക്കും ആ എൻസൈം എന്ത് പ്രോസസ്സാണോ നടക്കേണ്ടത് അത് നമ്മൾ ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക? തടസ്സപ്പെടുത്തുക. അതാണ് ഈ ഇൻഹിബിറ്റർ അല്ലെങ്കിൽ പോയ്സൺസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ, ഈ വർഷം തന്നെ ലാസ്റ്റത്തെ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫ് എന്നുള്ളൊരു ചാപ്റ്ററിനകത്ത് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. സാധാരണ മെനി ഡ്രഗ്സ്, അതാണ് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന പല ഡ്രഗ്സുകൾ, മെഡിസിൻസൊക്കെ ഇത്തരത്തിൽ ഇൻഹിബിറ്ററായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എൻസൈമിൻ്റെ എന്തെന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഈ പോയിൻ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങളിങ്ങനെ വിശദീകരിച്ച് ഓരോന്ന് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ പോയിൻറ്റുകൾ മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഹൈലി എഫിഷ്യൻറ്റ്, ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചറാണ്, ഹൈലി ആക്റ്റീവ് അണ്ടർ ഓപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് ഓപ്റ്റിമം പി എച്ച്. ദെൻ എൻസൈം ആക്ടിവിറ്റി ഇൻക്രീസസ് ഇൻ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് കോ എൻസൈം. അതുപോലെ എൻസൈം ആക്ടിവിറ്റി ഡിക്രീസസ് ഇൻ പ്രസൻസ് ഓഫ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് പോയ്സൺസ്. ഓക്കെ, ഇതൊക്കെയാണ് എൻസൈമിൻ്റെ അല്ലെങ്കിൽ എൻസൈമുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എൻസൈം കാറ്റാലിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ ഈ പോയിൻറ്റുകളാണ് എക്സാമിന് എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്തത് മെക്കാനിസം ഓഫ് എൻസൈം കാറ്റാലിസിസ്, അതാണ് നോക്കാനുള്ളത്. അതും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എൻസൈമിൻ്റെ സർഫസിൽ ധാരാളം ക്യാവിറ്റീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ധാരാളം ഫങ്ഷണൽ ആക്റ്റീവ് സൈറ്റുകൾ, അതായത് NH2, CO തുടങ്ങിയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ആക്റ്റീവ് സൈറ്റുകൾ, ആക്റ്റീവ് സെൻറ്ററുകൾ എൻസൈമിൻ്റെ സർഫസിലുണ്ടാവും. അപ്പോൾ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? ഈ ഷേപ്പുമായിട്ട് കോംപ്ലിമെൻ്ററി ഷേപ്പുള്ള റിയാക്റ്റൻ്റ് മോളിക്യൂൾസാണ് ആ ക്യാവിറ്റിയിൽ വന്നിട്ട് ഫിറ്റ് ആവുന്നത്. ഏതുപോലെയാണ്? ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്ന് പോലെ അതിന് അങ്ങനെയാണ് പറയുക. എൻസൈം കാറ്റാലിസിസിനെ ലോക്ക് ആൻഡ് കീ തിയറി എന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു പിക്ചർ നോക്കാം. പിക്ചറിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് NCERT ടെക്സ്റ്റിനകത്ത് കുറച്ചുകൂടെ വൃത്തിയായിട്ടൊരു പിക്ചർ ഉണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം.
അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ അതായത് ഇതൊരു എൻസൈം ആണെന്ന് വിചാരിക്കുക. ഈ എൻസൈമിന് ഇവിടെ ധാരാളം ഒരു സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് സൈറ്റ്, ഒരു ക്യാവിറ്റി ഉണ്ട്. ഇത് സബ്സ്ട്രേറ്റ് അഥവാ എന്താ പറയുക, റിയാക്റ്റൻ്റ് മോളിക്യൂൾ. അപ്പോൾ ഈ റിയാക്റ്റൻ്റ് മോളിക്യൂളിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം, ഈ ഒരു ക്യാവിറ്റിയിൽ വന്ന് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഷേപ്പ് എന്ന് പറയണത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സബ്സ്ട്രേറ്റ് വന്ന് ഈ എൻസൈമിൻ്റെ സർഫസിൽ വന്ന് ആ ക്യാവിറ്റിയിൽ വന്ന് ഫിറ്റ് ആകുമ്പോൾ അവിടെ വെച്ച് ആ സർഫസിൽ വെച്ചിട്ട് അവിടെ റിയാക്ഷൻ നടന്ന് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. പിന്നീട് ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, പ്രോഡക്റ്റായിട്ട് മാറും. കാറ്റലിസ്റ്റ് അവിടെ റീജനറേറ്റ് ചെയ്യും, അതായത് എൻസൈം അവിടെ വീണ്ടും പഴയതുപോലെ തന്നെ ആവും, വീണ്ടും ഈ ഒരു ക്യാവിറ്റിയിലോട്ട് അടുത്തൊരു സബ്സ്ട്രേറ്റ് വന്നിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കതിനെ സിമ്പിളായിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. E+S, ഇ എന്ന് പറഞ്ഞാൽ എൻസൈംസ് ആണ്, എസ് ഡിനോട്ട് ചെയ്യുന്നത് സബ്സ്ട്രേറ്റ് ആണ്. എൻസൈമിൽ സബ്സ്ട്രേറ്റ് വന്നിരുന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ദെൻ അത് ഡീകമ്പോസ് ചെയ്തിട്ട് എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറുന്നു. അപ്പോൾ മെക്കാനിസത്തിനെ നമുക്ക് 2 സ്റ്റെപ്പുകളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2 സ്റ്റെപ്പുകളിലായിട്ട് എഴുതാം. മെക്കാനിസം ഓഫ് എൻസൈം കാറ്റാലിസിസിനെ 2 രീതിയിൽ പറയാം. ഒന്ന് നോക്കൂ, ഇൻ ദ സ്റ്റെപ്പ് 1, ബൈൻഡിങ് ഓഫ് എൻസൈം ടു ദ സബ്സ്ട്രേറ്റ് ടു ഫോം ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. അതായത് എൻസൈമിലോട്ട് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്തിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഇത് ഡീകമ്പോസ് ചെയ്തിട്ട്, ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, പ്രോഡക്റ്റായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിക്കാനുള്ളൂ കേട്ടോ. ഈ 2 പോയിൻറ്റുകളാണ് മെക്കാനിസം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഈ 2 പോയിൻ്റാണ് മെയിനായിട്ടുള്ളത് ഇതിനകത്തുള്ളത്. E+S അല്ലേ, എൻസൈമും സബ്സ്ട്രേറ്റും ചേർന്ന് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഉണ്ടാവുന്നു. ദെൻ അത് ഡീകമ്പോസ് ചെയ്തിട്ട് എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറുന്നു. ഇത്രയുമാണ് എൻസൈം കറ്റാലിസിസ് അല്ലെങ്കിൽ മെക്കാനിസം, എൻസൈം കറ്റാലിസിസിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു മെക്കാനിസത്തിന് ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്ന് പറയാറുണ്ട്. അതായത് നമ്മളിപ്പോൾ പൂട്ടുന്ന സമയത്ത് അല്ലേ, ഈ എൻസൈം എന്ന് പറയുന്നത് എൻസൈമിനകത്ത് ധാരാളം ആക്റ്റീവ് സൈറ്റുകളാണ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിലോട്ട് കറക്റ്റ് ഫിറ്റാവുന്ന സബ്സ്ട്രേറ്റ് വന്നിരുന്നാൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, നമ്മളിപ്പോൾ ഈ പൂട്ടുന്ന സമയത്ത് അല്ലേ ആ കീ എന്താണ്, ആ ലോക്കിൽ ഇതാവുന്നില്ലേ, ഫിറ്റാവുന്നില്ലേ, അതേപോലെ വന്ന് ഫിറ്റാവുന്ന സമയത്താണ് എന്ത് നടക്കുക, റിയാക്ഷൻസ് അങ്ങനെ നടന്നാൽ മാത്രമേ, അങ്ങനെ ഫിറ്റായാൽ മാത്രമേ പിന്നീട് റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്നുകൂടെ ഈ ഒരു മെക്കാനിസത്തിന്, എൻസൈം കാറ്റാലിസിസിൻ്റെ മെക്കാനിസത്തിന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്, കാറ്റാലിസിസ് എന്നുള്ളൊരു ടോപ്പിക്ക് കഴിഞ്ഞു കേട്ടോ. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു ഇന്ന്, എന്താണ് എൻസൈം ഷേപ്പ് സെലക്റ്റീവ് കാറ്റാലിസിസ് എന്താണെന്ന് പഠിച്ചു, അതിൽ സിയോലൈറ്റ്സ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി. ദെൻ എൻസൈം കാറ്റാലിസിസ് എന്താണ്, അതിൽ കാറ്റാലിസിസുകളുടെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി. ദെൻ മെക്കാനിസം ഓഫ് കാറ്റാലിസിസ്, ഈ വക കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ച് ടെക്സ്റ്റൊക്കെ വായിച്ച് മനസ്സിലാക്കുക.